ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്നാൽ പ്രതീക്ഷയും സന്തോഷവുമാണ്, ആഹ്ലാദവും പങ്കുവയ്പുമാണ്. മതജാതി ആഘോഷമാണെങ്കിലും നാടിന്റെ ഉത്സവമാണെങ്കിലും അക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരേ നയമാണ്. മനുഷ്യർക്ക് ഒരുമിച്ച് നിൽക്കാനും പരസ്പരം സ്നേഹം പങ്കിടാനും ആഹ്ലാദാരവങ്ങളിൽ മനം മറന്ന് ലയിക്കാനുമുള്ള ആഘോഷ നാളുകളാണത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആഘോഷങ്ങളെല്ലാം എല്ലാവരുടേതുമാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും അങ്ങനെയല്ല. വിദ്വേഷ രാഷ്ട്രീയക്കാരുടെ നിറഞ്ഞാട്ടത്തിന്റെ കാലമാണിപ്പോൾ ഓരോ ഉത്സവകാലവും. അവർക്കത് വിഭജന രാഷ്ട്രീയത്തെ ജനകീയവൽക്കരിക്കാനുള്ള സുവർണ അവസരമാണ്. അതിലേറെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ജീവഭയവുമായി കഴിയുന്ന ഒരു പ്രത്യേക സമയം കൂടിയാണിപ്പോൾ. ഓരോ ആഘോഷകാലത്തും പുറത്തു വരുന്ന വാർത്തകൾ അതിന് സാക്ഷ്യവുമാണ്. ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വിദ്വേഷ കഥകൾക്കിടയിൽ നല്ല വാർത്തകളും കേൾക്കാനാകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന്, അതും ഉത്തർപ്രദേശിൽ നിന്ന്. വൃന്ദാവനിലെ പ്രശസ്തമായ ശ്രീ ഠാക്കൂർ ബംഗെ ബിഹാരി ക്ഷേത്രത്തിൽ നിന്നാണത്. അതും മുസ്ലിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടെന്ന് നിയമപാലകർ മുതൽ ഭരണ തലവന്മാർ വരെ ഉത്തരവിടുന്ന അതേ ഹോളിയുടെ ആഘോഷകാലത്ത്. വിദ്വേഷവും വർഗീയതയും വിഴുങ്ങാത്ത പ്രതീക്ഷയുടെ തുരുത്തുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന ആശ്വാസമാണത് ഉള്ളിലുണ്ടാക്കുന്നത്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലെ ആരാധനാമൂർത്തികൾക്ക് സമർപ്പിക്കുന്ന വസ്ത്രങ്ങളെ ചൊല്ലി ചില ഹിന്ദുത്വ സംഘടനകൾ എതിർപ്പുയർത്തിയിരുന്നു. പല ക്ഷേത്രങ്ങളിലേക്കും മുസ്ലിങ്ങളാണ് വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടുവരുന്നത്. അത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നവും. ഇത്തവണ ഹോളിക്ക് മുൻപ് ശ്രീകൃഷ്ണ ജന്മഭൂമി സംഘർഷ് ന്യാസ് എന്ന ഹിന്ദുത്വ സംഘം മഥുര ജില്ലയിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരു നിർദ്ദേശം നൽകി. പ്രതിഷ്ഠയ്ക്കുള്ള വസ്ത്രങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് വാങ്ങുന്നത് നിർത്തണം. ബംഗെ ബിഹാരിജി മഹാരാജ് മന്ദിർ മാനേജ്മെന്റിനും ഈ കത്ത് ലഭിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രം ഭാരവാഹികൾ യോഗം ചേർന്ന് ആ ആവശ്യത്തിന് വഴങ്ങേണ്ടെന്ന ഉറച്ച നിലപാടെടുക്കുകയാണ് ചെയ്തത്. തീരുമാനം പ്രഖ്യാപിച്ചത് മുഖ്യ പൂജാരി ജ്ഞാനേന്ദ്ര കിഷോർ ഗോസ്വാമിയും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള ഭൂരിഭാഗം വസ്ത്രവും തുന്നുന്നത് മുസ്ലിങ്ങളാണ്. ഏറ്റവും മികച്ച കയ്യൊതുക്കുള്ള തുന്നൽക്കാരാണ് അവർ. മുസ്ലിം സമുദായത്തിന് ശ്രീകൃഷ്ണനിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ തയ്യാറാക്കിയ വസ്ത്രം സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഇങ്ങനെയായിരുന്നു പൂജാരിയുടെ നിലപാട്. 164 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്നും അദ്ദേഹം തുടരുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 30,000 മുതൽ 40,000 വരെ ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും അത് ഇരട്ടിയാകും. പ്രതിഷ്ഠയുടെ വസ്ത്രം മാറ്റാൻ ഞങ്ങൾക്ക് വൻ സമ്മർദ്ദമുണ്ടായിരുന്നു. ഉത്സവകാലത്ത് പ്രതിഷ്ഠയ്ക്ക് വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ഉടുപ്പിക്കുന്നതാണ്. അതിനു വേണ്ട വസ്ത്രങ്ങൾ മുസ്ലിങ്ങൾ ഒരു വീഴ്ചയും കൂടാതെ തുന്നിത്തരുന്നുമുണ്ട്. ചിലർക്ക് ഇഷ്ടമില്ലെന്ന് കരുതി ആ പാരമ്പര്യം മാറ്റാൻ ഞങ്ങൾക്കാകില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് പൂജാരി ജ്ഞാനേന്ദ്ര കിഷോർ. ക്ഷേത്രത്തിന്റെ തുടക്കം മുതൽ പ്രതിഷ്ഠയ്ക്കുള്ള 99% വസ്ത്രവും എത്തിക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് മറ്റൊരു പൂജാരി അനന്ത് ബിഹാരി ഗോസ്വാമി പറയുന്നുണ്ട്. ആ പാരമ്പര്യവും സംസ്കാരവും നിർത്തിവെക്കാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല. മുസ്ലിങ്ങളെ സാമ്പത്തികമായി ദ്രോഹിക്കുകയാണ് അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരുടെ ലക്ഷ്യം. ഞങ്ങൾ പക്ഷേ എല്ലാ മതത്തെയും എല്ലാ മനുഷ്യരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണെന്നും പൂജാരി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭഗവാന് നേദിക്കുന്ന വസ്ത്രം വിശുദ്ധമാകണമെന്നാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി സംഘർഷ് ന്യാസ് പ്രസിഡന്റ് ദിനേശ് വൽഹാരി ചൂണ്ടിക്കാട്ടിയത്. ഗോമാതാവിനെയും ഹിന്ദു മതത്തെയും ആദരിക്കാത്തവർ തുന്നുന്ന വസ്ത്രമാകരുത് പ്രതിഷ്ഠയ്ക്ക് നൽകുന്നതെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. വൃന്ദാവനിലെ ക്ഷേത്രത്തിൽ മാത്രമല്ല, വാരാണസിയിലും അയോധ്യയിലും സംഭലിലും മറ്റ് UP ജില്ലകളിലുമെല്ലാം സമാനമായ ആവശ്യവുമായി ഹിന്ദുത്വ സംഘങ്ങൾ രംഗത്തെത്തിയിരുന്നു. മുസ്ലിങ്ങൾ തുന്നുന്ന വസ്ത്രം സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾക്കെല്ലാം കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മുറവിളികൾക്ക് പിറകിലുള്ള വിദ്വേഷ രാഷ്ട്രീയം തുറന്നു കാണിച്ച് പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിഹാരി ക്ഷേത്രം ഭാരവാഹികൾ. ഹോളിയുടെ മറവിൽ നടക്കുന്ന മുസ്ലിം ബഹിഷ്കരണ നീക്കങ്ങൾക്കെതിരെ കൂടിയാണ് ക്ഷേത്രം നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി UPയിൽ പലയിടങ്ങളിലും വെള്ളിയാഴ്ചത്തെ ജുമുഅ നമസ്കാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പലയിടത്തും ജുമാ സമയം മാറ്റിയിരിക്കുകയാണ്. UPയിൽ മാത്രം 100 കണക്കിന് പള്ളികൾ ടാർപോളിൻ കൊണ്ട് കെട്ടിമറിച്ചിട്ടുമുണ്ട്. ഇതിനിടെ സംഭൽ പോലീസ് സർക്കിൾ ഓഫീസർ അനുജ് ചൗധരി നടത്തിയ പരാമർശം വലിയ വിവാദവുമായി. ഹോളി ആഘോഷം ഉൾക്കൊള്ളാനാകുന്നില്ലെങ്കിൽ മുസ്ലിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശമിറക്കിയത്. ഹോളിയുടെ മുന്നോടിയായി വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രകോപന പരാമർശം. ഇതിനെതിരെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പോലീസ് ഉദ്യോഗസ്ഥന് പിന്തുണയുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രംഗത്തെത്തി. ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നതെന്നും ജുമ എല്ലാ ആഴ്ചയും ഉണ്ടെന്നുള്ള അനുജ് ചൗധരിയുടെ പരാമർശം ഏറ്റുപിടിക്കുകയും ചെയ്തു BJP നേതാവ്. യോഗിയുടെ ചുവട് പിടിച്ച് BJP സർക്കാരിലെ ഒരു മന്ത്രി തന്നെ സംസ്ഥാനത്തെ മുഴുവൻ പള്ളികളും ടാർപോളിൻ കെട്ടിമറിക്കണമെന്ന നിർദ്ദേശവുമായി രംഗത്തെത്തുകയായിരുന്നു.